എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ സ്നാക്കാണ്, 4 മണി പലഹാരം. കേരളത്തിലെ മലബാർ ഏരിയകളിൽ ഫേമസ് ആയിട്ടുള്ള എലാഞ്ചിയാണ് ഇന്നത്തെ റെസിപ്പി. മുട്ടക്കുഴലപ്പം, മയ്യത്തപ്പം, ലവ് ലെറ്റർ എന്നൊക്കെ ഈ ഒരു സ്നാക്കിന് പേരുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇന്ന് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. എലാഞ്ചി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദപ്പൊടിക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ ദോശയുടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഗോതമ്പ് ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഏലക്ക ഇതിൻ്റെ കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ച ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റാം. ഗോതമ്പ് ദോശ അല്ലെങ്കിൽ സാധാരണ ദോശയൊക്കെ ചുടാനെടുക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഒരുപാട് തിക്കാവാൻ പാടില്ല, അതുപോലെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇനി നിങ്ങൾ എടുക്കുമ്പോൾ വെള്ളമോ പൊടിയോ കൂടിപ്പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കൂടിപ്പോയാൽ കുറച്ചുകൂടി പൊടിയും കൂടി ഇട്ട് അടിച്ചെടുത്താൽ മതി. അതല്ല പൊടിയാണ് കൂടുന്നതെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് അടിച്ചെടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയാൽ മതി. ഇനി ഇതുപോലെ മിക്സിയിൽ അടിക്കണം എന്നില്ല, ഒരു ബൗളിൽ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ അടിക്കുന്നതിൻ്റെ ആകെ ഒരു ഗുണം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബാറ്റർ കിട്ടും എന്നുള്ളത് മാത്രമാണ്. ഒരു മീഡിയം ചൂടായ ദോശത്തവയിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിങ്ങനെ പരത്തിയാൽ കറക്റ്റായിട്ട് പരത്തി വരില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇത് ചെയ്തെടുത്താൽ മതി. ഒട്ടും ഫ്ലെയിം കുറച്ച് വെച്ചാലും ഇത് കറക്റ്റായി കിട്ടണം എന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം വെന്ത് വരും. ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. ഒട്ടും തന്നെ കനവില്ലാത്തത് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു മിനിറ്റിലൊക്കെ തന്നെ ഈ ഒരു ദോശ തയ്യാറായിട്ടുണ്ടാവും. ഈ ഒരു എലാഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ദോശ ഉണ്ടാക്കാൻ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചധികം പെർഫെക്റ്റായി കിട്ടുന്നത് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെയാണ്. അടുത്ത സ്റ്റെപ്പ് ഫില്ലിംഗ് തയ്യാറാക്കലാണ്. ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു പാകത്തിനുള്ള അളവാണ് പറയുന്നത്. 2 ഏത്തപ്പഴം, നന്നായി പഴുത്ത ഏത്തപ്പഴം വളരെ ചെറുതായി കട്ട് ചെയ്തത് കൂടി ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഫ്രഷ് കോക്കനട്ടോ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഈ ഒരു ഏലാഞ്ചിയിൽ സാധാരണയായിട്ട് പഴം ചേർക്കാറില്ല, പക്ഷെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ പഴം ചേർത്ത് ഏലാഞ്ചി ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും അതേ ട്രൈ ചെയ്യുള്ളൂ. അതും നല്ലതുപോലെ പുറം ഭാഗം കറുത്ത ആൻറ്റി ഓക്സിഡൻസ് എല്ലാം കൂടുതലുള്ള നല്ല പഴുത്ത പഴം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. ചെറുതായി മുറിച്ച കാഷ്യൂനട്ടാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സും ചേർക്കാം. പിസ്താഷ്യൂ ചേർക്കാം, ആൽമണ്ട്സ് ചേർക്കാം, പീനട്ട്സ് ചേർക്കാം, കപ്പലണ്ടി ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഴത്തിന് ഓൾറെഡി നല്ല മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കണം എന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ഇതിങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങ് വേവണം എന്നൊന്നുമില്ല, എല്ലാം കൂടി ഒന്നങ്ങ് നെയ്യിലൊന്ന് വാടി വന്നാൽ മതി. ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. ഇനി ഈ ഒരു ദോശയിൽ ഫില്ലിംഗ് വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കേണ്ട മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഞാൻ ഈ വീഡിയോയിൽ
വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് കൂടിയിട്ടുള്ളത്. ഈ ഒരു ദോശയുടെ ഒരറ്റത്ത് ഫില്ലിംഗ് വെക്കാം. അതിനുശേഷം പകുതി വരെ ഒന്ന് റോൾ ചെയ്യാം. റോൾ ചെയ്തതിന് ശേഷം രണ്ടറ്റവും ഇതുപോലെ ഒന്ന് മടക്കാം. മടക്കിയതിന് ശേഷം റോൾ ചെയ്തിട്ട് കഴിക്കാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഇതല്ലാതെ സാധാരണ ഒരറ്റത്ത് ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമ്മളൊന്ന് പേപ്പറൊക്കെ റോൾ ചെയ്യില്ലേ, അതുപോലെ അങ്ങ് റോൾ ചെയ്യുക. ലൈക്ക് ഒരു കുഴലപ്പം പോലെ റോൾ ചെയ്തിട്ട് കയ്യിൽ പിടിച്ച് കഴിക്കാനും പറ്റും. അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ടേസ്റ്റി സ്നാക്കാണ്. ഉള്ളിലുള്ള ഫില്ലിങ് എപ്പോഴും നല്ല പഴുത്ത പഴം വെച്ച് തന്നെ ചെയ്യാം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നവർ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ്ലി മെസ്സേജായിട്ട് അയച്ചു തരണം. ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡീറ്റെയിൽ റിട്ടേൺ റെസിപ്പിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ചെക്ക് ചെയ്യുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.